തറാവീഹ് നിസ്കാരം പരിശുദ്ധ റമദാനിലെ ഒരു പ്രത്യേകമായ ഇബാദത്താണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ ഇന്ന റമദാന ഷഹ്റുൻ ഇഫ്തറദല്ലാഹു സിയാമ. നിശ്ചയം പരിശുദ്ധ റമദാൻ ഷഹ്റുൻ ഒരു പ്രത്യേക മാസമാണ്. ഇഫ്തറദല്ലാഹു സിയാമ, അതിന്റെ പകലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. എന്നാൽ വഇന്നി സനൻതു ലിൽ മുസ്ലിമീന ഖിയാമ, ലോകത്തെ എല്ലാ മുസ്ലിങ്ങൾക്കും അതിന്റെ രാത്രിയിൽ തറാവീഹ് നമസ്കാരം നിർബന്ധമല്ലാത്ത സുന്നത്തായ കർമ്മമായി ഞാനും നിശ്ചയിച്ചിരിക്കുകയാണ്. ഫമൻ സ്വാമഹു വഖാമ, അതുകൊണ്ട് പരിശുദ്ധ റമദാനിന്റെ പകലിൽ ഒരാൾ നോമ്പ് നോൽക്കുകയും വഖാമഹു, റമദാനിന്റെ രാത്രിയിൽ ഒരാൾ തറാവീഹ് നിസ്കരിക്കുകയും ചെയ്തു, ഈമാനൻ വഹ്തിസാബ, പൂർണ്ണ വിശ്വാസത്തോടെയും അതേപോലെ അത് രണ്ടും മുഖേന അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും. പ്രതിഫലത്തിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അതേപോലെ പൂർണ്ണ വിശ്വാസത്തോടെയും ഒരാൾ റമദാനിന്റെ പകലിൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രി തറാവീഹ് നിസ്കരിക്കുകയും ചെയ്താൽ ഖറജ മിനദ്ദുനൂബി കയൗമി വലദതുഹു ഉമ്മുഹു, അയാൾ ഉമ്മ പറ്റ മക്കളെ പോലെ ദോഷത്തിൽ നിന്ന് ശുദ്ധരാകുമെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിലെ നോമ്പിനെയും തറാവീഹിനെയും ഹദീസിൽ അല്ലാഹുവിന്റെ ഹബീബ് ചേർത്താ പറഞ്ഞത്. ഒന്ന് നിർബന്ധമാണെന്നാൽ മറ്റൊന്ന് സുന്നത്താണെന്നല്ല, വല പ്രബലമായ സുന്നത്തുകളിൽപ്പെട്ട സുന്നത്താണ് തറാവീഹിലെ റമദാനിലെ തറാവീഹ് എന്ന സുന്നത്ത് നമസ്കാരം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അത് രണ്ടും ചേർത്തുകൊണ്ടാ പറഞ്ഞത്. ഫമൻ ഖാമഹു വമൻ സാമഹു വഖാമ, ഒരാൾ റമദാനിന്റെ പകലിൽ നോമ്പനുഷ്ഠിക്കുകയും വഖാമഹു, റമദാനിന്റെ രാത്രിയിൽ തറാവീഹ് നിസ്കരിക്കുകയും ചെയ്താൽ രണ്ട് നിബന്ധന പറഞ്ഞിട്ടുണ്ട് അവിടെ. ഒന്ന് ഈമാന, പൂർണ്ണമായ വിശ്വാസത്തോടെ, അതേപോലെ വഹ്തിസാബ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഒരാൾ അത് ചെയ്താൽ അയാൾ ഉമ്മ പറ്റ ദിവസത്തെ പോലെ ദോഷത്തിൽ നിന്ന് ശുദ്ധനാകുമെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തറാവീഹിന്റെ ചരിത്രത്തെക്കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, തറാവീഹ് എങ്ങനെ തുടങ്ങിയെന്നാണ്. തറാവീഹിന്റെ പ്രാരംഭം എങ്ങനെയായിരുന്നുവെന്ന് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖാലത്ത് കാന الناس يصلون في مسجد رسول الله. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ, മദീന പള്ളിയിൽ ആളുകൾ നിസ്കരിക്കാറുണ്ടായിരുന്നു. ഫി റമദാന, റമദാൻ മാസത്തിൽ, ബില്ലയിൽ, രാത്രിയിൽ, ഔസാഅൻ, സംഘങ്ങളായി ഇവർ നിസ്കരിക്കാറുണ്ടായിരുന്നു. ചെറു സംഘങ്ങളായി, പലരായി റമദാനിന്റെ രാത്രിയിൽ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാറുണ്ടായിരുന്നു. യകൂനു മഅർ റജുലി അശ്ശൈഉ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഏതാനും ചില ഭാഗങ്ങൾ മനഃപ്പാഠമാക്കിയ ആരുണ്ടെങ്കിൽ ഫയകൂനു മഅഹു അന്നഫർ അൽ ഖംസ അവിസ്സിത്ത, അപ്പോ പരിശുദ്ധ ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാഠമുള്ള ആളാണോ അയാളുടെ കൂടെ 4ഉം 5ഉം 6ഉം ഒക്കെ ആളുകളായി വ്യത്യസ്ത ഇമാമങ്ങളുടെ പിന്നിലായി സുന്നത്ത് നിസ്കാരങ്ങൾ റമദാനിന്റെ രാത്രിയിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ നടക്കാറുണ്ടായിരുന്നു. വഅഖല്ലു മിൻ ദാലിക വഅക്സർ, അതേപോലെ 4ഓ 5ഓ ആളുകൾ ചേർന്നുള്ള നിസ്കാരങ്ങൾ, അതിലും താഴെയുള്ള ആളുകൾ ചേർന്ന നിസ്കാരങ്ങൾ, അതിനേക്കാളും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഇമാമും ജമാഅത്തുമായുള്ള പല നിസ്കാരങ്ങളും മദീന പള്ളിയിൽ നടക്കാറുണ്ടായിരുന്നു. ഏതാളെയാണോ ഒരാൾ പിൻപറ്റിയത് അയാൾ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കും. അപ്പൊ മദീന പള്ളിയുടെ അകത്തന്നെ ഒരു ജമാഅത്തല്ല, ഒരുപാട് സ്വഹാബികളുടെ പിന്നിലായി ധാരാളം സ്വഹാബികൾ, 4-5 സംഘങ്ങൾ, അതിൽ കൂടുതലുള്ളവർ, അതിൽ കുറവുള്ളവരായി, അങ്ങനെ സുന്നത്ത് നമസ്കാരം ജമാഅത്തായി നടക്കാറുണ്ടായിരുന്നു. ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തറാവീഹ് നിസ്കാരത്തിന്റെ ചരിത്രം പറഞ്ഞു തരാൻ. ഫഅമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈല, ഒരു ദിവസം രാത്രി അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം,
കാര്യങ്ങൾ ആ രീതിയിൽ നടക്കുന്നതിന് ഇടക്കുള്ളൊരു രാത്രിയിലാണ് ഫഅമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൻ മിൻ ദാക, കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കവേ ഒരു രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു അൻസുബലഹു ഹസീറ, റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരു പായ വിരിച്ചു കൊടുക്കാൻ അലാ ബാബി ഹുജറത്തി, അലാ ബാബി ഹുജറത്തി, എന്റെ വീടിന്റെ എന്റെ റൂമിൽ നിന്ന് പള്ളിയിലേക്കുള്ള വാതിലിന് മുകളിലായി ഒരു പാഴ് തൂക്കിയിടാൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. ഫഫഅൽതു, അങ്ങനെ ഞാൻ ചെയ്തു. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പുണ്യനബി വീട്ടിനകത്ത് നിന്ന് പള്ളിയിലേക്ക് പോയി. അങ്ങനെയോ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ഇശാ നിസ്കരിച്ചു. പള്ളിയിലുള്ള സ്വഹാബികളെ കൂട്ടിയിട്ട് ബഅദ അൻ സ്വല്ലൽ ഇശാ അൽ-ആഖിറ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് തന്നെ പോയി. ഫജിത്തമ ഇലൈഹി മൻ ഫിൽ മസ്ജിദി, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് പള്ളിയിലുള്ള ആളുകളെയും കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിച്ചു. ഫസല്ലാ ബിഹിം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് ചെന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, പള്ളിയിലുള്ള ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഒരുമിച്ച് ചേർന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലുള്ള ആളുകളെയും കൂട്ടിയിട്ട് ദീർഘമായി നിസ്കരിച്ചു. സുമ്മ സറഫ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തന്നെ വന്നു. ഫദഖല വതറക്തുൽ ഹസീറ അലാ ഹാലി, ഞാൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന് വിരിച്ചു കൊടുത്ത പായ അങ്ങനെ തന്നെ ഞാൻ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഫലമ്മ അസ്ബഹ അന്നാസ്, പ്രഭാതത്തിലായപ്പോ നേരം വെളുത്തപ്പോ തഹദ്ദസു ബിസ്വലാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികൾ റമദാനിന്റെ തലേ രാത്രി അല്ലാഹുവിന്റെ ഹബീബ് ബിമൻ കാന ഫിൽ മസ്ജിദ് തിൽക്കൽ ലൈല, പള്ളിയിലുള്ള ആളുകളെയും കൂട്ടിയിട്ട് ആ രാത്രി നിസ്കരിച്ച നിസ്കാരത്തെക്കുറിച്ച് സ്വഹാബികൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ നിസ്കരിക്കാത്തൊരു നിസ്കാരോ ഇന്നലെ രാത്രി പള്ളിയിലുള്ള സ്വഹാബികളെ കൂട്ടിയിട്ട് നിസ്കരിച്ചുവെന്ന് ദീർഘമായ നിസ്കാരം. അങ്ങനെ പിറ്റേ ദിവസമായി ഫഅംസൽ മസ്ജിദ സാഖൻ ബിന്നാസ്, പിറ്റേ ദിവസം രാത്രിയായപ്പോൾ പള്ളി ജനനിബിഡമായി. ഫസല്ലാ ബിഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഇശാഇൽ ആഖിറ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പള്ളിയിലുള്ള ആളുകളെയും കൂട്ടിയിട്ട് ഇശാ നമസ്കരിച്ചു. സുമ്മ ദഖല ബൈത, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു. വസബതന്നാസ്, ജനങ്ങൾ പള്ളിയിൽ തന്നെ നിലയുറപ്പിച്ചു. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിച്ചു, ആയിഷ മാ ശഅനുന്നാസ്, ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ഫഖുൽതു ലഹു, അപ്പോൾ ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, സമയന്നാസു ബിസ്വലാത്തിക്കൽ ബാരിഹ, ഇന്നലെ പള്ളിയിൽ ആളുകളെ കൂട്ടി അങ്ങ് നിസ്കരിച്ച ബിമൻ കാന ഫിൽ മസ്ജിദ്, അങ്ങ് ഇന്നലെ പള്ളിയിലുള്ള ആളുകളെയും കൂട്ടി നിസ്കരിച്ച നിസ്കാരത്തെക്കുറിച്ച് ആളുകൾ കേട്ടു. ഫഹശദു ലിദാലിക, അതുകൊണ്ട് ഇന്നു തന്നെ പള്ളിയിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ലിതുസല്ലിയ ബിഹിം, അങ്ങ് അവരെയും കൂട്ടിയിട്ട് ഇന്നലെ നിസ്കരിച്ച പോലെയുള്ള നിസ്കാരം നിസ്കരിക്കാനായി അവർ പള്ളിയിൽ തന്നെ തമ്പടിച്ചിരിക്കുകയാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ പറഞ്ഞപ്പോ ഖാല റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ഇത്വി അന്നാ ഹസ്വറകിയ ആയിഷ, ആയിഷ നിങ്ങൾ ഇന്നലെ വിരിച്ച ആ പായ ഉണ്ടല്ലോ അത് മടക്കി വെക്കൂ ആയിഷ എന്നല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറഞ്ഞു. ഫഫഅൽതു, അങ്ങനെ ഞാൻ ചെയ്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കടക്കുന്ന കവാടത്തിനടുത്തായി പുണ്യനബി കൽപ്പിച്ച പോലെ വിരിച്ചിരിക്കുന്ന ആ പായ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൽപ്പന പ്രകാരം പിറ്റേ ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് എടുത്തു, തിരിച്ചെടുത്തു. ഫബാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് റസൂലുള്ളാഹി സ്വഹാബികളെയും കൂട്ടിയിട്ട് ആ നിസ്കാരം നിർവഹിച്ചില്ല. പുണ്യനബി വീട്ടിൽ തന്നെ നിന്നു. ഗൈറ ഗാഫിലിൻ, അശ്രദ്ധനല്ലാതെ. വസബതന്നാസു മകാനഹും, ആളുകളാണെങ്കിലോ പള്ളിയിൽ തന്നെ നിലയുറപ്പിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് ഇപ്പം വരും എന്ന പ്രതീക്ഷയിൽ ഇന്നലെയുള്ള നിസ്കാരം ഇന്നും പള്ളിയിൽ ഉണ്ടാകുമെന്ന് കരുതി. ഹത്താ ഖറജ ഇലൈഹിം ഇലസ്സുബ്ഹി,
അന്ന് അല്ലാഹുവിന്റെ ഹബീബ് സുബൈ നിസ്കാരത്തിന്റെ സമയം വരെ സ്വഹാബികളുടെ അടുത്തേക്ക് ചെന്നില്ല. അന്ന് രാത്രി മുഴുവൻ അള്ളാന്റെ ഹബീബ് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി. സുബഹിയായപ്പോൾ സ്വഹാബികളുടെ അടുത്തേക്ക് ചെന്നു. ഫഖാല, അള്ളാന്റെ ഹബീബ് എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസു സ്വഹാബ, അമാ വല്ലാഹി മാ ബിത്തു വൽഹംദുലില്ലാഹി ലൈലതി ഗാഫില. ഇന്നലെ രാത്രി ഞാൻ അശ്രദ്ധനായി കഴിഞ്ഞുകൂടിയതല്ല സ്വഹാബ. വല്ലാഹി മാ ബിത്തു വൽഹംദുലില്ലാഹി ലൈലതി ഗാഫില മാ ഖഫിയ അലയ്യ മക്കാനകും. നിങ്ങളെല്ലാവരും ഇന്നലെ പള്ളിയിൽ മെനിഞ്ഞാന്ന് ഞാൻ നിസ്കരിച്ചതുപോലെയുള്ള നിസ്കാരം ഉണ്ടാകുമെന്ന് കരുതി, തറാവീഹ് നിസ്കാരം ഉണ്ടാകുമെന്ന് കരുതി നിങ്ങളെല്ലാവരും പള്ളിയിൽ തന്നെ തങ്ങിയ വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട് സ്വഹാബ. വലാകിന്നി തഖവ്വഫ്തു, ഞാൻ ഇന്നലെ രാത്രി മെനിഞ്ഞാന്ന് നിസ്കരിച്ച പോലെ ഇന്നലെ രാത്രി നിസ്കരിക്കാൻ ഞാൻ വരാതിരുന്നത്. വലാകിന്നി തഖവ്വഫ്തു അൻ യുഫ്റള അലൈക്കും, ഞാൻ ഇന്നലെ കൂടെ അങ്ങനെ നിസ്കരിച്ചാൽ നിങ്ങളുടെ ആവേശം കണ്ടിട്ട് നിസ്കാരം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെടും എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി വരാതിരുന്നത്. ഉഖ്ഫുലൂ മിനൽ അമലി മാ തുതീഖൂൻ, നിങ്ങളെ അമലുകളിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുന്ന അമലുകൾ നിങ്ങൾ ചെയ്താൽ മതി. ഫഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലൂ, നിങ്ങൾക്ക് മടുപ്പ് വരുന്നവരെ അല്ലാഹുവിന് മടുപ്പ് വരികയില്ല. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തറാവീഹ് നിസ്കാരം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരംഭിച്ച ചരിത്രമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു തന്നത്. സ്വഹാബികൾ പറയാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചില രേഖകളുണ്ട് പുണ്യ നബി 3 ദിവസം വരെ തറാവീഹ് നിസ്കരിച്ചു എന്ന് ചില രേഖകളിലുണ്ട്. പിന്നീട് നമ്മൾ പറയുന്നുണ്ട്. ഏതായാലും ശരി, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് സ്ഥിരമായി സ്വഹാബികളെ കൂട്ടിയിട്ട് പള്ളിയിൽ വെച്ച് നിസ്കാരം നിർവഹിച്ചില്ല. അതിനല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ കാരണം, അത് നിങ്ങളുടെ മേൽ അയ്യുഫ്റള അലൈക്കും, നിങ്ങളുടെ മേൽ അത് നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടുവെന്നാണ്. പള്ളിയിൽ നടപ്പിൽ വരുത്തുകയും ചെയ്തു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ ഖാരി എന്നവർ പറയാ, ثم خرجت معه ليلة أخرى, പിന്നെ ഒരു ദിവസം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മദീന പള്ളിയിലേക്ക് ഞാൻ വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞാനുമുണ്ട്. വന്നാസു യുസല്ലൂന ബിസ്വലാത്തി ഖാരിഇഹിം, ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടെ ഒന്നിച്ചു തറാവീഹ് നിസ്കരിക്കുകയാണപ്പോൾ ആ രംഗം കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖാല ഉമറു നിഅമത്തിൽ ബിദ്അ, ഓരോ ആളുകളും അവർക്ക് ഇഷ്ടം പോലെ തറാവീഹ് നിസ്കരിക്കുന്നതിന് പകരം എല്ലാവരെയും ഒരു ഇമാമിന്റെ കീഴിൽ ഒന്നിച്ചു ഒറ്റ ജമാഅത്തായി തറാവീഹ് നിസ്കാരം നമ്മൾ സംഘടിപ്പിച്ചത് എത്ര നന്നായി എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അത് ആ രംഗം കണ്ടപ്പോൾ പറഞ്ഞു എന്ന്. ഞാൻ ആദ്യം പറഞ്ഞത് തറാവീഹിന്റെ തുടക്കത്തെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോഴാ ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടെ ഒന്നിച്ചു നിസ്കരിക്കുന്ന രീതിയിലേക്ക് ഇത് ഈ നിസ്കാരത്തെ സംവിധാനം ചെയ്തത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അല്ലെങ്കിൽ 3 ദിവസമേ 2-3 ദിവസമാണ് ആളുകളെ കൂട്ടിയിട്ട് തറാവീഹ് നിസ്കരിച്ചത്. പിന്നെ അത് നിർബന്ധമാക്കപ്പെടുമോ എന്ന് കരുതിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പിന്നെ അത് ചെയ്തിട്ടില്ല, ആളുകളെ കൂട്ടി ചെയ്തിട്ടില്ല എന്ന് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച തറാവീഹിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? നമ്മളെ തറാവീഹിന്റെ സ്വഭാവം എങ്ങനെ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച തറാവീഹിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അബൂദർ റളിയല്ലാഹു അൻഹു. ഖാല, മഹാനവറുകൾ പറയുന്നു, സുംനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാൻ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ റമളാൻ മാസത്തിൽ ഞങ്ങൾ നോമ്പ് നോറ്റു. ഫലം യഖും ബിനാ ശൈഅൻ മിൻഹു, റമളാന്റെ പകലിൽ ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു എന്നല്ലാതെ രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളെ കൂട്ടിയിട്ട് ഒരു പ്രത്യേകമായ നിസ്കാരം ഞങ്ങളെ കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് നടത്തിയിട്ടില്ല. പിന്നെ ഞങ്ങളൊക്കെ രാത്രിയിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സുന്നത്ത് നിസ്കരിക്കും. ഹത്താ ബഖിയ സബ്ഉ ലയാലിൻ,
റമദാൻ തീരാൻ ഇനി 7 ദിവസമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ റമദാൻ 23-ാമത്തെ രാവിൽ ഫഖാമ ബിനാ അസ്സാബിയത മളാൻ നഹവു സുലുസും മളാൻ നഹവും മിൻ സുലുസുൽ ലൈൽ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23-ാമത്തെ രാത്രിയിൽ ഞങ്ങൾ സ്വഹാബികളെ എല്ലാവരെയും കൂട്ടിയിട്ട് റസൂലുള്ള ഒരു നിസ്കാരം നിർവഹിച്ചു, തറാവീഹ് നിസ്കരിച്ചു. മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാ, ഹത്താ മളാ നഹവും മിൻ സുലുസുൽ ലൈൽ, രാത്രിയുടെ 1/3 ഭാഗം നീണ്ടു നിൽക്കുന്ന അത്രയും ദൈർഘ്യമായിരുന്നു ആ നിസ്കാരം. ഉണ്ടോ? മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിസ്കരിച്ച ആദ്യത്തെ തറാവീഹിനെ കുറിച്ചാണ് ആ പറഞ്ഞത്. രാത്രിയുടെ 1/3 ദൈർഘ്യം ആ നിസ്കാരത്തിനുണ്ടായിരുന്നു. തുമ്മകാനത്തില്ലതീ തലീഹ, പിന്നെ റമദാൻ 24-ാം രാവിൽ ഫലം യഖും ബിനാ, റസൂലുള്ള നിസ്കരിച്ചില്ല. ജമാ അഹ്ലഹു, അള്ളാന്റെ ഹബീബ് തന്റെ കുടുംബത്തെ കൂട്ടി. വജ്തമ അന്നാസു, ജനങ്ങളും ഒരുമിച്ച് കൂടി. ഫഖാമ, അള്ളാന്റെ ഹബീബ് നിസ്കരിച്ചു. ആ നിസ്കാരം അങ്ങ് നീണ്ടു. ഹത്താ ഖശീന അൻ യഫൂതനൽ ഫലാഹ, ഞങ്ങൾക്കന്ന് അത്തായം, ഞങ്ങൾക്കന്ന് ഫലാഹ് നഷ്ടപ്പെടുമോ എന്ന് ഞങ്ങൾ പേടിച്ചുപോയി. ഫഖുൽതു വമൽ ഫലാഹു, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ പറയും, ഞാൻ ചോദിച്ചു എന്താണ് ഫലാഹ്? ഖാല അസ്സുഹൂർ, ഞങ്ങൾക്ക് അത്തായം കഴിക്കാൻ കഴിയില്ലേ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയി. കാരണം അത്രമാത്രം റസൂലുള്ളാഹി അങ്ങ് ദീർഘിച്ച് നിസ്കരിച്ചു. ثم لم يقم بعدها حتى مضى الشهر, പിന്നെ അള്ളാന്റെ ഹബീബ് ആ മാസം കഴിയുന്നവരെ ഞങ്ങളെ കൂട്ടി തറാവീഹ് നിസ്കരിച്ചിട്ടില്ല. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തറാവീഹ് നിസ്കാരത്തിന്റെ ചരിത്രം പറഞ്ഞു തന്നു തുടങ്ങിയത്. അബൂ ദർ റളിയല്ലാഹു അൻഹു ആ ചരിത്രത്തിന്റെ ഒരു ഭാഗം തന്നെയാ പറയുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ അത് പറഞ്ഞത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ കൂട്ടി നിസ്കരിച്ച തറാവീഹ് നിസ്കാരത്തിന്റെ ദൈർഘ്യത്തെ കുറിച്ച് പറഞ്ഞു തരാനാണ്. അപ്പൊ അത്ര ദീർഘമായിട്ടായിരുന്നു അവർ തറാവീഹ് നിസ്കരിച്ചിരുന്നത്. തറാവീഹ് നിസ്കാരത്തിന്റെ ഖിയാമുകളിൽ അവർ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് ഒരു ഇമാമിന്റെ നേതൃത്വത്തിലായി സംഘടിതമായ തറാവീഹ് കൊണ്ടുവന്നത് എന്ന്. എന്നാൽ ആ സമയത്തോ തറാവീഹ് നിസ്കാരത്തിന്റെ ദൈർഘ്യം എങ്ങനെയായിരുന്നു? മഹാന്മാരായ സ്വഹാബികൾ പറയുകയാണ്, കാനൽ ഖാരിഉ, അന്ന് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്ന ഇമാമുമാർ യഖറഉ ഫീ റകഅത്തിൻ ബി50 ആയ, ഒരു ആയത്തിൽ തന്നെ 50 ആയത്ത് ഓതുമായിരുന്നു. അതെ, അല്ലെങ്കിൽ 60, 50, 60 ആയത്തുകളൊക്കെ ഒരേ റകഅത്തിൽ തന്നെ ഓതുമായിരുന്നു. മഹാനായ സായിബ് റളിയല്ലാഹു അൻഹു പറയാ, അന്നഹും കാനൂ യഖൂമൂന ഫീ റമളാന ബി20 റകഅ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ തറാവീഹ് ഒരു ഇമാമിന്റെ നേതൃത്വത്തിലായി സംഘടിപ്പിച്ചപ്പോൾ ആ സമയത്ത് നിസ്കരിച്ചത് 20 റകഅത്താണ്. കാനന്നാസു യസുല്ലൂന ഫീ സമാനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആളുകൾ നിസ്കരിക്കാറുണ്ടായിരുന്നത് ഫീ റമളാന, റമളാനിൽ തറാവീഹ് നിസ്കരിക്കാറുണ്ടായിരുന്നത് 20 റകഅ, 20 റകഅത്തായിരുന്നു. യുതീലൂന ഫീഹൽ ഖിറാഅ, അവർ ഖിയാമിൽ ദീർഘമായി ഖുർആൻ ഓതുമായിരുന്നു. വയൂതിറൂന ബിസലാത്തിൻ, 20 റകഅത്ത് തറാവീഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ 3 റകഅത്ത് അവർ വിത്റും നിസ്കരിക്കുമായിരുന്നു. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ നടന്നു വരുന്നത് ആ രീതി അനുസരിച്ചാണ്. വിത്തർ 11 റകഅത്ത് സുന്നത്താണ്. പക്ഷെ ജമാഅത്തായി പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ എല്ലാ ആളുകളും ഉണ്ടാവും. പല കോലത്തിലുള്ള ദീർഘമായി നിൽക്കാൻ പറ്റുന്നവര് പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അത് പരിഗണിച്ചാണ് 3 റകഅത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ആ സമ്പ്രദായം നമ്മളെ നാട്ടിലും നടന്നു വരുന്നത്. പിന്നെ തറാവീന്റെ റകഅത്തിന്റെ എണ്ണത്തിൽ 20 or 8 ഒന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം 8 നേരത്തെ പറഞ്ഞിരുന്ന ചിലരൊക്കെ 20 വരെ ആവാന്നുള്ളിടത്തേക്ക് എത്തി. കാരണം തെളിവുകൾ അത്രമാത്രം പിൻബലമുണ്ട് 20 എന്നതിന്. പിന്നെ നമ്മളതിൽ സംശയിക്കും ചെയ്യേണ്ടതില്ല. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോട് അനുബന്ധമായ ഒരു പ്രഭാഷണം നടത്തിയല്ലോ. സ്വഹാബികൾ പറഞ്ഞല്ലോ, ആ പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങൾ കരഞ്ഞുപോയി എന്ന്. സ്വഹാബികൾ തന്നെ പറഞ്ഞല്ല, ആ പ്രഭാഷണം കേട്ടപ്പോൾ ഞങ്ങൾ കരഞ്ഞുപോയി. മഹാനായ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്.
ഖത്തബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തൻ ബലീഗ ذرفت منها العيون ووجلت منها القلوب. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോടൊരു പ്രഭാഷണം നടത്തി. ആ വാല് കേട്ടപ്പോൾ ഞങ്ങളുടെ കൽബുകൾ പേടിച്ചുപോയി. വവജിലത്ത് മിൻഹൽ ഖുലൂബ് വദറഫത്ത് മിൻഹൽ ഉയൂൻ. ആ പ്രഭാഷണം കേട്ടപ്പോൾ ഞങ്ങൾ കരഞ്ഞുപോയി. കഅന്നഹാ മൗഇലതു മുവദ്ദീൻ. ആ പ്രഭാഷണം കേട്ടപ്പോ ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെയാ ഞങ്ങൾക്ക് തോന്നിയത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രഭാഷണം കേട്ടപ്പോ ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, ഫൗസിന, ഞങ്ങളോട് വസിയ്യത്ത് ചെയ്യണം യാ റസൂലല്ലാഹ്, ഞങ്ങളോട് വസിയ്യത്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ, ഉസീകും ബിതഖ്വല്ലാഹി വസ്സംഇ വത്താഅ, അള്ളാഹുവിനെ തഖ്വ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളെ നിങ്ങൾ കേട്ടനുസരിക്കുകയും ചെയ്യണമെന്നും. വഇൻ തഅമ്മറ അലൈകുൻ അബ്ദുൻ ഹബശിയുൻ, നീഗ്രോ വർഗക്കാരനായ ഒരു അടിമയാണ് നിങ്ങളുടെ നേതാവായി വന്നത് എങ്കിലും. അങ്ങനെ നേതൃത്വം നൽകുന്നവർ അക്ഷരപതി അനുസരിക്കണം എന്നാണ്. നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു, വ്യാപകമായ ജമാഅത്ത് പള്ളിയിൽ വേണ്ട, ചടങ്ങ് മാത്രം നടന്നാൽ മതി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളത് അനുസരിക്കുക ചെയ്യേണ്ടേ. ജുമാ ഈ ഘട്ടത്തിൽ ഒരുമിച്ച് കൂടാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളത് അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത്. നേതൃത്വത്തെ അംഗീകരിക്കണം. പുണ്യനബിയുടെ വസിയ്യത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗ സിദ്ധരായ ആളുകളുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് അവരുടെ സുന്നത്തുകൾ നിങ്ങൾ കടിച്ചു പിടിച്ചോളൂ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത് മുറുകെ പിടിക്കാൻ, അതേപോലെ സ്വഹാബികളുടെ സുന്നത്തും. ഉമർ റളിയല്ലാഹു അൻഹു ഒറ്റ ഇമാമിന്റെ കീഴിലായി ഒരു ജമാഅത്തായി ഇത് നടപ്പിൽ വരുത്തി സംഘടിതമായ തറാവീഹ് നിസ്കാരം. അന്നവർ നിസ്കരിച്ചത് 20 റക്അത്താണെന്ന്, 3 വിത്തറും. അതേപോലെ തന്നെ നമ്മളത് തുടർന്നു വരുന്നത് അൽഹംദുലില്ലാഹ്. അത് സത്യത്തെ അത് അങ്ങനെ മുറുകെ പിടിക്കണം എന്നാ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളോട് പറഞ്ഞത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 20 തറാവീഹ് നിസ്കരിച്ചു. പിന്നെയോ 3 വിത്തറും. ആ സമയത്ത് വയഖറഊന ബിൽ മിഈന മിനൽ ഖുർആൻ, 100 കണക്കിന് ആയത്തുകളായിരുന്നു തറാവീഹ് നിസ്കാരത്തിൽ അവർ ഓതി തീർത്തിരുന്നത്. അപ്പോ ഒരു ജുസ് എന്നല്ല, ജുസ്കളായിരുന്നവർ ഓതി തീർത്തിരുന്നത്. ഇത്രത്തോളം. വഇന്നഹും കാനൂ യഅ്തമിദൂന അലൽ അസാ ഫീ സമാനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻ. തറാവീഹ് നിസ്കാരത്തിലെ ഖിയാമിന്റെ ദൈർഘ്യം കാരണം ആളുകൾ വടിയിൽ ഊന്നിപ്പിടിച്ചു നിൽക്കാറുണ്ടായിരുന്നുവെന്ന്. അത്ര ദൈർഘ്യത്തോടു കൂടെയായിരുന്നവർ തറാവീഹ് നിസ്കരിച്ചിരുന്നത് എന്നാണ്. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവരുടെ ഇമാമായിരുന്നല്ലോ മഹാനവറുകൾ. യുറവ്വിഹും ഖദറമാ യതവല്ലഉൽ മുതവല്ലിഉ വയഖ്ലി ഹാജത. ഈ തറാവീഹ് നിസ്കാരങ്ങൾക്കിടയിൽ മഹാനവറുകൾ ആളുകൾക്ക് വിശ്രമത്തിനുള്ള അവസരം കൊടുക്കുമായിരുന്നു. ഖദറമാ യതവല്ലിഉൽ മുതവല്ലിഉ വയഖ്ലി ഹാജത. ഒരാൾ വുദു എടുത്ത് തീരുന്ന സമയത്തിനനുസരിച്ച്, ഒരാൾ വുദു എടുക്കാൻ എത്ര സമയമാണോ വേണ്ടത് അത്രയും സമയം കണ്ട് മഹാനവറുകൾ ഇടക്കിടക്ക് സ്വഹാബികൾക്ക് വിശ്രമത്തിനുള്ള അവസരവും കൊടുത്തിരുന്നു. അത്ര ദീർഘമായിട്ടായിരുന്നു അവർ നിസ്കരിച്ചിരുന്നത്. ആ ഇടക്കുള്ള വിശ്രമം കിട്ടുന്നത് കൊണ്ടാണ്, കൊടുക്കുന്നത് കൊണ്ടായി നിസ്കാരത്തിന് തറാവീഹ് നിസ്കാരം എന്ന് പേര് വരാൻ കാരണം. അപ്പൊ ഞാൻ പറഞ്ഞത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തറാവീഹ് നിസ്കാരം ആരംഭിച്ചതിനെ കുറിച്ചും സ്വഹാബികളിൽ ആ നിസ്കാരം അവർ മഹാനായ റസൂലുള്ളാഹി നിസ്കരിച്ചിരുന്ന രീതിയെക്കുറിച്ചും സ്വഹാബികൾ ആ നിസ്കാരം നിലനിർത്തിയ രീതിയെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ നിസ്കാരത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ചും എല്ലാം ആണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ സ്വഹാബികളുടെ കൂട്ടത്തിൽ ചില സ്വഹാബികൾ ഉണ്ടായിരുന്നു. അവർ നിസ്കാരം
ദീർഘമായിക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നില്ല അവർ. തറാവീഹ് എന്നല്ല മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളും നമ്മൾ പറഞ്ഞത്. എന്നാൽ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വകാന അലി ഇബ്നു അബീ ത്വാലിബ്, ആ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നതേ സ്ത്രീകൾ തറാവീഹ് നിസ്കരിക്കാൻ കൂട്ടമായി പള്ളിയിലേക്ക് വന്നില്ല എന്നാണ്. ഖാന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യഅ്മുറുൻ നാസ ബിഖിയാമി റമളാൻ, റമളാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിക്കാൻ മഹാനവറുകൾ കൽപ്പിക്കുമായിരുന്നു. ഫയജഅലു റിജാലി ഇമാമ, ആണുങ്ങൾക്ക് ഒരു ഇമാമിനെ നിശ്ചയിച്ചു കൊടുക്കും. വലിന്നിസാഇ ഇമാമ, നിസ്കരിക്കാൻ പെണ്ണുങ്ങൾക്ക് ഒരു ഇമാമിനെയും നിശ്ചയിച്ചു കൊടുക്കും. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പോ അന്നത്തെ കാലത്ത് തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചു പള്ളിയിൽ വെച്ച് നിസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്ന്. ആണുങ്ങൾക്കൊരു ഇമാമിനെ പള്ളിയിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു നിശ്ചയിക്കും, പെണ്ണുങ്ങൾക്ക് വേറെ ഇമാമിനെയും നിശ്ചയിച്ചു കൊടുക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ. തറാവീഹ് നിസ്കാരത്തിന് പുരുഷന്മാർക്കൊരു ഇമാം, കൂട്ടമായി നിസ്കരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് വേറെ ഇമാം, അങ്ങനെയായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും നിശ്ചയിച്ചു കൊടുത്തത് എന്ന് തറാവീഹിനെ കുറിച്ചുള്ള ചരിത്ര രേഖകളിൽ സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാൻ കഴിയും. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആണുങ്ങളൊക്കെ പള്ളി പോവും, സ്ത്രീകളെല്ലാവരും കൂടെ വീട്ടിൽ വെച്ചാണല്ലോ. സ്ത്രീകൾ വീട്ടിൽ വെച്ചു ഒറ്റക്കോ അല്ലെങ്കിൽ കൂട്ടമായോ ആണല്ലോ നിസ്കരിക്കാറുള്ളത്. ഒറ്റക്ക് നിസ്കരിക്കും സ്ത്രീകൾ വീട്ടിനകത്ത് വെച്ച്, അല്ലെങ്കിൽ കൂട്ടമായി നിസ്കരിക്കും. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി തന്റെ വീട്ടിൻ്റെ അകത്ത് പ്രായപൂർത്തിയായിട്ടില്ലാത്തൊരു കുട്ടിയെ വരുത്താറുണ്ടായിരുന്നു എന്ന ഹദീസിൽ കാണാം. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യണതിന് വിരോധമില്ല. സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പൊ സാധാരണ ഇപ്പൊ പിന്നെ ഓരോ കുടുംബം വീട്ടിനകത്ത് തന്നെ നിസ്കരിക്കുകയാണ്. സാധാരണ ഉള്ള തറാവീഹ് നിസ്കാരങ്ങളൊക്കെ നോമ്പിന് ആണുങ്ങൾ പള്ളിക്ക് പോരും, സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കും. ഇപ്പൊ വേണമെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും കൂടെ വേണമെങ്കിൽ ഒരു കുട്ടിയെ, നിസ്കാരത്തിന്റെ നിയമങ്ങളൊക്കെ അറിയണേ, നല്ല ഓതാനൊക്കെ പഠിച്ചൊരു കുട്ടി ഇമാമായി നിർത്തുന്നതിന് വിരോധമില്ല. അങ്ങനെയാ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തിരുന്നു എന്ന് കാണാൻ കഴിയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കുട്ടിയെ ഇമാമായി നിർത്താറുണ്ടായിരുന്നു എന്ന്. കുട്ടികളെ ഇമാമായിട്ട് നിർത്താന്നാണ്, കുട്ടികളെ ഇമാമായി നിർത്താം. അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു പറയാൻ, ജാഅ നഫറും മിനൽ ഹയ്യ്, കുട്ടിയെ ഇമാമായി നിർത്താന്ന് പറഞ്ഞാല് ബഗദിര് വെത്തിയ കുട്ടിയെ നിർത്താം. ആ കുട്ടിക്ക് നന്നായി ഓതാനൊക്കെ അറിയാം, നിസ്കാരത്തിന്റെ നിയമങ്ങളൊക്കെ അറിയാം, അങ്ങനെയുള്ള കുട്ടിയെ നിർത്താം. അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, റളിയല്ലാഹു അൻഹു, ജാഅ നഫറും മിനൽ ഹയ്യ് ഇലാ റസൂലില്ലാഹ്, ഒരു സംഘം ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുന്നത് കേട്ടു. എന്താ പറയുന്നത്? യഉമ്മുകും അക്തറുകും ഖുർആന, നിങ്ങളിൽ നന്നായി അറിവുള്ള ഓതാനൊക്കെ അറിയുന്ന ആളാരാണോ അയാൾ ഇമാമത്ത് നിൽക്കട്ടെ എന്ന്. അങ്ങനെ ജമാഅത്ത് പ്രത്യേകം സുന്നത്തുള്ള നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചല്ലോ, ഒറ്റക്ക് നിസ്കരിക്കലാണോ നിങ്ങൾക്ക് ഇഷ്ടം അതോ ജമാഅത്തിൽ നിസ്കരിക്കലാണോ? മഹാനവറുകൾ പറഞ്ഞത്, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ജമാഅത്തിൽ നിസ്കരിക്കല. കാരണം മഹാനവറുകൾ അതിന് പറഞ്ഞത് ജമാഅത്ത് പ്രത്യേകം സുന്നത്താണല്ലോ ഈ നിസ്കാരത്തിലെന്ന്. അതുകൊണ്ട് ആ ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അങ്ങനെയാണ്. എല്ലാവരും, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത്, വീട്ടിനകത്ത് ഒറ്റക്കൊറ്റ നിസ്കരിക്കുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ ഇന്ന് മുതൽ ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. അതാണ് ഇതിൽ ഏറ്റവും ശ്രേഷ്ഠത, കൂലിയും കൂടുതൽ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരങ്ങൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.
റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്ത പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ വീട്ടിൻ്റെ അകത്ത് നിസ്കരിക്കുമ്പോ എങ്ങനെ നിസ്കരിക്കണം എന്നൊക്കെയാണ് ഇപ്പൊ പല ആളുകളിൽ സംശയം. ഇപ്പോ ഭാര്യ, ഭർത്താവ്, മക്കൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അപ്പൊ എങ്ങനെ നിസ്കരിക്കണം? അതേപോലെ ഭാര്യയും ഭർത്താവും മുതിർന്ന മക്കളുമുണ്ട്, കല്യാണം ചെയ്ത ആളുകൾ ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോ നമ്മുടെ ഈ മലപ്പുറം ഭാഗത്ത്, കോഴിക്കോട് ഭാഗത്തൊക്കെ ആണെങ്കിൽ ആൺകുട്ടികളുടെ ഭാര്യമാർ നമ്മുടെ വീട്ടിലുണ്ടാവുക. കണ്ണൂർ ഭാഗത്താണെങ്കിലോ കാസർഗോഡ്, കണ്ണൂരിനോട് ചേർന്ന കാസർഗോഡിന്റെ ഭാഗത്തൊക്കെ ജ്യേഷ്ഠത്തി അനുജത്തിമാരുടെ ഭർത്താക്കന്മാർ വീട്ടിലുണ്ടാവുക. അപ്പൊ എങ്ങനെ നിസ്കരിക്കുക? അങ്ങനൊക്കെ പല സംശയങ്ങളും പലരും ചോദിക്കാറുണ്ട്. അവർ അന്യരല്ലേ, ഓലുണ്ടാവേ ഒന്നിച്ച് ജമായത്തായി നിസ്കരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണമല്ലോ. അങ്ങനെ സംശയമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംഭവം പറയുന്നത്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, സല്ലൈതു ഇലാ ജംബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഇളയപ്പയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാ, റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അന്യനാണ്, ഭർത്താവിന്റെ എളാപ്പാന്റെ മോനാണ്, അന്യന. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, അപ്പൊ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ്, അഞ്ചത്തിന്റെ ഭർത്താവ് ഉണ്ടല്ലേ, മൂത്തച്ഛനുണ്ട്, ഇളയച്ഛനുണ്ട്, ഭർത്താവിന്റെ സഹോദരങ്ങളുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ ഒന്നിച്ച് ജമാഅത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, സല്ലൈതു ഇലാ ജംബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലൈതു ഞാൻ നിസ്കരിച്ചു, ഇലാ ജംബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ഭാഗത്ത്, റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ ജമാഅത്തായി, റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് ഞാൻ നിസ്കരിച്ചു. വആയിഷതു ഖൽഫനാ തുസല്ലി മഅനാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഖൽഫന ഞങ്ങളുടെ പിന്നിൽ, തുസല്ലി മഅനാ ആ ജമാഅത്തിൽ ഞങ്ങളുടെ കൂടെ പങ്കെടുത്ത് നിസ്കരിച്ചു. വഅന ഇലാ ജംബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലി മഅഹ്, ഞാനാണെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുഭാഗത്ത് റസൂലുള്ളാഹിനോട് ചേർന്നുമാണ് നിൽക്കുന്നത്. അപ്പോ മൂന്നാളുള്ളത്, ഒരു ഇമാമ്, ഒരു ആണ്, ഒരു പെണ്ണ്. ഇപ്പൊ വാപ്പ, ഒരു മോന്, ഉമ്മ, അങ്ങനെയല്ലെന്ന് വിചാരിക്ക. വാപ്പ ഇമാമ് നിൽക്കാണ്, എന്നാ വാപ്പ ഇമാമ. മോൻ ചെയ്യേണ്ടത് എന്താ? വാപ്പയുടെ വലതുഭാഗത്ത് വാപ്പയുടെ മടമ്പിനോട് മുന്തി നിൽക്കാതെ വാപ്പയോട് ചേർന്ന് നിൽക്കണം. പിന്നെയോ മൂന്നുവിടം പിന്നിലായി ഉമ്മയും നിൽക്കണം. അങ്ങനെ നിൽക്കണ്ടേ. ഇനി രണ്ടാണുങ്ങളുണ്ട്, മൂന്നാണുങ്ങളുണ്ട്, ഒരു പെണ്ണുങ്ങളുള്ളത്, ഉമ്മ, വാപ്പയും രണ്ടാൺമക്കളും ഒരു ഉമ്മി. എന്നാ വാപ്പ ഇമാമ് നിൽക്കുന്നു, വാപ്പ ഇമാമ്, രണ്ടാൺമക്കൾ 3 മുഴം ബേക്കിലായി സഫായിട്ട് വാപ്പയുടെ പിന്നിൽ നിൽക്കണം. ഉമ്മ അതിന്റെ ബേക്കിൽ സഫായിട്ട് നിൽക്കണം. അതാണ് ഈ ഹദീസ്, ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു പറയും, ഉസ്താദേ നമ്മളെ അമ്മല്ലേ, ഒന്നിച്ചെന്ന് നിന്നാ പോരെ. നോക്കൂ, സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, സല്ലൈതു അനാ വയതീമുൻ ഫീ ബൈതിനാ ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലൈതു അന ഞാൻ നിസ്കരിച്ചു, വയതീമുൻ ഒരു യതീമും, ഫീ ബൈതിനാ ഞങ്ങളുടെ വീട്ടിൽ, ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ പിന്നിലായി. ഇപ്പൊ ഇമാമു റസൂലുള്ളാഹിയാണ്, ഞാനും ഒരു യതീമായ കുട്ടിയുണ്ട്, പിന്നെ എൻ്റെ അമ്മയുണ്ട്. അപ്പൊ ഞങ്ങൾ 4 പേര്, റസൂലുള്ളാഹി ഇമാമ്, അപ്പൊ ഞാനും ആ യതീമായ കുട്ടിയും റസൂലുള്ളാഹിന്റെ ബേക്കിൽ നിന്നു. ഫസല്ലത്തു ഉമ്മി മിൻ വറാഇനാ, എന്റെ ഉമ്മ ഞങ്ങളുടെയും ബേക്കിലാണ് നിന്നത്. അപ്പൊ അങ്ങനെ നിസ്കരിക്കണ്ടേ? അങ്ങനെ ഇപ്പൊ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, മറ വേണോ വേണ്ടേന്നൊക്കെ. ഈ നിസ്കാരത്തില് ശ്രദ്ധ മുമ്പിൽ കൊണ്ട് പെരടിക്കല്ല ഉണ്ടാവുക, നോക്കേണ്ടത് സുജൂദിലേക്കാണ്. ശ്രദ്ധ മുഴുവൻ അള്ളാഹുവിലാണ് ഉണ്ടാവുക. ഇനിയിപ്പോ കാലൊക്കെ ഫസാദായത് കൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു നാശം വരും എന്ന് തോന്നുകയാണെങ്കിൽ ഒരു മറ അന്യരുണ്ടെങ്കിൽ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായല്ലോ? മറ വേണം എന്ന് നിർബന്ധമായും എവിടെയൊന്നും അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് നോക്ക സുജൂദിലേക്കാണ്. നിൽക്കേണ്ട ക്രമം അങ്ങനെയാണ്, പുരുഷന്മാർ മുമ്പിൽ, പിന്നെ സ്ത്രീകൾ, അങ്ങനെയാണ് നിൽക്കേണ്ടത്.
അപ്പോ തറാവീഹ് നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് നിൽക്കേണ്ട സഫ് നിൽക്കേണ്ട രീതിയും സ്വഭാവവുമാണ് ഈ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ള നിസ്കാരത്തിന്റെ സ്വഭാവം, സ്വഹാബികളുടെ കാലത്തുണ്ടായിരുന്ന തറാവീഹ് നിസ്കാരത്തിന്റെ സ്വഭാവമൊക്കെ പറഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിൽ വീട്ടിനകത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രീതി ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോ തറാവീഹ് നിസ്കാരം വലിയ പ്രബലമായ സുന്നത്താണ്, ഭയങ്കര പ്രതിഫലം അതിന് അള്ളാഹുവിന്റെ ഹബീബ് വാഗ്ദത്തം ചെയ്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആരും ഇത് കളയരുത്. എല്ലാ ദിവസവും തറാവീഹ് നിസ്കരിക്കണം. തറാവീഹിന്റെ സമയം ഇശാ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ സുബഹി വരെ തറാവീഹിന്റെ സമയമാണ്. ഇശ നിസ്കാരം കഴിഞ്ഞാൽ സുബഹി വരെ. ചില മഹാന്മാർ രാത്രിയുടെ അവസാന ഭാഗമായിരുന്നു തറാവീഹ് നിസ്കരിക്കാൻ തെരഞ്ഞെടുത്തത്. കണ്ണൂർ ജില്ലയിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇപ്പോഴും. അവിടെ ജീവിച്ച മഹാൻ അങ്ങനെയൊന്ന് നിസ്കരിച്ചുകൊണ്ട് ഇപ്പോഴും ആ പള്ളിയിൽ അങ്ങനെ തന്നെ പുറത്തീൻ മഹാനായ മാണിയൂർ ഉസ്താദ് അവർകൾ ഖാദിയായ മാണിയൂർ ഉസ്താദ് അവർകളുടെ കുടുംബ പരമ്പരകളൊക്കെ ധാരാളമുള്ള ആ പള്ളിയിൽ ഇപ്പോഴും അങ്ങനെ രാത്രി അർദ്ധരാത്രിക്ക് ശേഷം നിസ്കാരം തുടങ്ങാം. ആ സമയം ഏറെ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ ആളുകൾ നമ്മുടെ ചില മഹാന്മാരുടെ കൂട്ടത്തിലുണ്ട്. മാത്രമല്ല സമയത്തിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ടല്ലോ. എന്നാൽ ഉറങ്ങിപ്പോകും, എഴുന്നേൽക്കൂല എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിലോ ആദ്യ ഭാഗത്ത് നിസ്കരിക്കാവുന്നതാണ്. നമ്മളൊക്കെ നാട്ടിൽ അങ്ങനെയാണ് നടന്നു വരാറുള്ളത്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് ബാങ്ക് കൊടുത്ത് ഇശാ ബാങ്ക് കൊടുത്ത് ഹദ്ദാദൊക്കെ ചെല്ലുന്നത് വളരെ നല്ലതാണ്. ഹദ്ദാദിലെ ദിക്റിനൊക്കെ ഭയങ്കര മഹത്വം. അത് കഴിഞ്ഞ് ഇശാഇന്റെ സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞ് ഇശാ നിസ്കരിച്ച് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ തറാവീഹ് നിസ്കരിക്കാം. ഇപ്പൊ വീട്ടിലുള്ള വാപ്പ ഇമാമത്ത് നിൽക്കാം, അല്ലെ കുട്ടികളുടെ കൂട്ടത്തിൽ നന്നായി ഓതാൻ അറിയുന്ന പഠിച്ച ആളുകളുടെ അവർക്ക് നിൽക്കാം, ഇമാമത്ത് നിൽക്കാം. ഒരിക്കലും പെണ്ണ് ആണിന് ഇമാമ നിൽക്കരുത്. അപ്പൊ മക്കളുടെ മോളെ കൂട്ടത്തിൽ നന്നായി ഓതാൻ പഠിച്ചല്ലേ ഹാഫിദത്തായ ഒരു മോളുണ്ട്, ഓള് ഇമാമ നിൽക്കട്ടെ എന്ന് വിചാരിക്കരുത്. ആണിന് പെണ്ണ് ഇമാമ നിൽക്കാൻ പറ്റില്ല. പെണ്ണിന് ഇമാമ നിൽക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നിസ്കരിക്കണം. എല്ലാ ദിവസവും 20 റക്അത്ത്, ഈ രണ്ട് റക്അത്തായിട്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് തറാവീഹ്. അങ്ങനെയാണ് സുന്നത്ത്. ഈ രണ്ട് റക്അത്തായി. അപ്പോ തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് എന്നോ, അല്ലെങ്കിൽ തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഖിബലക്ക് മുന്നിട്ട് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഇമാം ഉണ്ടെങ്കിൽ ഇമാമോട് കൂടെ. ഇമാമ് നിൽക്കുന്ന ആള് ഞാൻ ഇമാമാണ് എന്ന് അയാൾ കരുതുക, എന്നിട്ട് നിസ്കരിക്കുക. 2 റക്അത്ത്. തറാവീഹ് നിസ്കാരത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വലിയ പ്രതിഫലമുള്ള ഒരു അമലാണിത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഈ തറാവീഹ് നിസ്കാരത്തിന്റെ മാധുര്യം എങ്ങനെ കിട്ടില്ല നിങ്ങള്? അത് അള്ളാഹുമായി നമ്മൾ എത്രമാത്രം ബന്ധമുണ്ടോ അതിനനുസരിച്ച് ആ നിസ്കാരത്തിന്റെ മാധുര്യം മുഴുവനും. അങ്ങനെ ചില ആളുകൾക്ക് നിസ്കാരം ഭാരമായി തോന്നാറുണ്ട്. നിസ്കാരം ഭാരമായി തോന്നുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് മുനാഫിക്കുകളുടെ അടയാളമാണെന്ന്. മുനാഫിക്കുകളുടെ അടയാളം പറഞ്ഞെടുത്ത് അല്ലാഹു പറയുന്നുണ്ട്, അവർ നിസ്കരിക്കാൻ എന്നാൽ മടിയന്മാരായി നിൽക്കുന്നവരാണ് എന്ന്. മുനാഫിക്കുകളുടെ അടയാളം. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പല മഹാന്മാരും പറയുന്നുണ്ട് നിസ്കാരം തറാവീഹ് നിസ്കാരം ദീർഘമായി ഓതി നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് തറാവീഹിന്റെ ഏറ്റവും പൂർണ്ണമായ ശ്രേഷ്ഠമായ രീതി. അങ്ങനെ ദീർഘമായി ഓതി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഇപ്പോ ഹാഫിദീങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും അങ്ങനെ ദീർഘമായി ഓതി നിസ്കരിക്കുന്നത് ഇഷ്ടമാണ്, അങ്ങനെ ചെയ്യാം. വലിയ പൂർണ്ണമായ അതിന്റെ ഏറ്റവും പൂർണ്ണമായ രീതി എങ്ങനെയാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില സ്വഹാബികൾ ചെയ്ത പോലെ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോകും എന്നതുകൊണ്ട് നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റാതിരിക്കാനായി ലഘുവായ രീതിയിൽ നിസ്കരിക്കേണ്ടവർ അങ്ങനെയും നിസ്കരിക്കാം. അപ്പൊ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോകാതിരിക്കാം. നിസ്കാരത്തിലെ ശ്രദ്ധ വളരെ പ്രധാന. അവിടെയാണ് നിസ്കാരത്തിന്റെ മാധുര്യം ഒരാൾക്ക് ലഭിക്കുന്നത്. അങ്ങനെയല്ലോ യജമാന നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയായിട്ട് നടത്തുന്ന മുനാജാത്ത. പ്രപഞ്ചദാതനായ റബ്ബിനോട് നമ്മൾ സംസാരിക്കുകയാണ് നിസ്കരിക്കുമ്പോൾ. ആ ഒരു രീതിയിൽ നിസ്കാരത്തിൽ നിന്ന് നോക്കൂ നിങ്ങൾ. എന്താ ചോദിക്കണം? എന്ത് ചോദിച്ചാലും തരാൻ പറ്റുന്ന റബ്ബിനോട് നമ്മൾ സംസാരിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അപ്പൊ നിസ്കാരത്തിന്റെ മാധുര്യം കിട്ടാൻ
നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലിപ്പറയുന്ന ദിക്റുകളുടെ ഖുർആനുകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി നിസ്കരിക്കല. നിസ്കാരത്തിന്റെ മാധുര്യം കിട്ടാൻ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ നമ്മൾ നിസ്കരിച്ച നിസ്കാരം ഭയങ്കര പരിശുദ്ധ റമദാനിന്റെ രാത്രിയിൽ ഒരാൾ വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും തറാവീഹ് നിസ്കരിച്ചാൽ അയാളുടെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന്. ഒരു ഹജ്ജിനൊക്കെ പോയി വന്നാൽ ഒരാൾക്ക് കിട്ടുന്ന കൂലിയാണ് തറാവി നിസ്കരിച്ചാൽ അയാൾക്ക് കിട്ടുകയെന്ന്. മഹാനായ ഇമാം നസായി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാൻ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബാ, ഒരാൾ റമദാനിന്റെ രാത്രിയിൽ വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും തറാവീഹ് നിസ്കരിച്ചാൽ ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതു ഉമ്മു, ഉമ്മ പ്രസവിച്ച കുഞ്ഞുമോനെ പോലെ ദോഷത്തിൽ നിന്ന് അയാൾ ശുദ്ധനാകുമെന്ന്. എന്ന് പറഞ്ഞാൽ പ്രസവിക്കപ്പെട്ട കുട്ടിയെപ്പോലെ ദോഷരഹിതനാകും, നിഷ്കളങ്കനാകും അയാൾ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, വലൈസ അബ്ദുൻ മുഅ്മിനുൻ യുസല്ലി ഫീ ലൈല, ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ ഇല്ലാ കതബല്ലാഹു ലഹു അൽഫൻ വഖംസമിഅ ഹസന ബികുല്ലി സജദത്തിൻ, അയാൾ ചെയ്യുന്ന ഓരോ സുജൂദിനും 1500 നന്മ അയാൾക്ക് അല്ലാഹു രേഖപ്പെടുത്തുന്നതാ. വബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, മാത്രമല്ല ഓരോ രാത്രിയിലെ നിസ്കാരത്തിനും പകരം അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കുകയും ചെയ്യുന്നതാണ്. അയാൾ ചെയ്യുന്ന ഓരോ സുജൂദിനും അല്ലാഹു തആല 1500 നന്മ രേഖപ്പെടുത്തും. അപ്പോ ഒരു റക്അത്തിൽ തന്നെ 3000 നന്മ. 10 റക്അത്താകുമ്പോ 30,000, 20 റക്അത്താകുമ്പോ 60,000 നന്മയാണ് അല്ലാഹു തആല ഒരാളുടെ ഏടിൽ രേഖപ്പെടുത്തുന്നത്. മാത്രമല്ല സ്വർഗത്തിൽ അല്ലാഹു തആല ഒരു വീടും അയാൾക്ക് പണിയുന്നതാ. മിൻ യാഖൂത്തത്തിൻ ഹംറാ, ചുവന്ന കോമേദകത്താലുള്ള വീടാണ് ആ വീട്. ലഹാ സിത്തൂന അൽഫ ബാബിൻ, 60,000 കവാടങ്ങളുണ്ട് ആ കൊട്ടാരത്തിന്. മാത്രമല്ല ആ 60,000 കവാടങ്ങളുടെ മുമ്പിലും പിന്നെയും ഓരോ കൊട്ടാരങ്ങളുണ്ട്. അപ്പൊ 60,000 ഒരു കൊട്ടാരം. ആ കൊട്ടാരത്തിന് 60,000 കവാടങ്ങൾ. ആ 60,000 കവാടങ്ങളിലും മറ്റോരോ കൊട്ടാരങ്ങൾ, സ്വർണത്തിന്റെ കൊട്ടാരങ്ങൾ. ഇതാണ് തറാവീഹ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന സൗഭാഗ്യമെന്ന്. ഇപ്പൊ ഭൂമിയിൽ തന്നെ അതിന്റെ മാധുര്യം ലഭിക്കുന്നുണ്ട്. ആർക്കാ? അല്ലാഹുമായി വളരെ ഹൃദയബന്ധം സ്ഥാപിച്ച ആളാണോ, നിസ്കാരത്തിൽ അയാൾക്ക് കിട്ടുന്ന അനിർവചനീയമായ സന്തോഷമുണ്ട്, മധുരമുണ്ട്. അതാണ് ഭൂമിയിൽ ഒരാൾക്ക് കിട്ടുന്ന തറാവീഹിന്റെ മാധുര്യം. ഇതാണ് നിസ്കാരം തന്നെ. മേറാജാണല്ലോ, മേറാജിലാണല്ലോ റസൂലുള്ള നിസ്കാരം ഈ ഉമ്മത്തിന് കൊടുത്തത്. മേറാജ് തന്നെ അള്ളാന്റെ അടുത്തേക്ക് ഇങ്ങനെ കയറി പോവാൻ. റസൂലുള്ള മേറാജിൽ അള്ളാന്റെ അടുത്ത് കയറിപ്പോയി. ഇതേപോലെ നിസ്കാരം മേറാജാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇങ്ങനെ റബ്ബിലേക്ക് അങ്ങനെ ഇറങ്ങി ചൊല്ലുകയാ. അങ്ങനെ അല്ലാഹുവിൽ ഒരാൾ ലയിച്ചു പോവുകയാണ്. പഠിച്ച റബ്ബിലാണ് ലയിച്ചാൽ കിട്ടുന്ന അനുഭൂതി അനുവ്രജനീയമാണ്. അതുകൊണ്ടാ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ കാലിൽ അമ്പ് തറച്ചപ്പോ പറഞ്ഞത്, നിസ്കാരത്തിൽ നിങ്ങൾ അമ്പ് വലിച്ചെടുത്താൽ മതി എന്ന്. മഹാനവർകളുടെ കാലിൽ നിന്ന് സ്വഹാബികൾ അമ്പ് വലിച്ചെടുത്തപ്പോൾ അലി റളിയല്ലാഹു അൻഹു അത് അറിഞ്ഞതേ ഇല്ല. കാരണം അല്ലാഹുവിലങ്ങ് ലയിച്ചു പോയപ്പോ അതിന്റെ മധുരിമയിൽ മത്തായി പോയതാണ് അലി റളിയല്ലാഹു അൻഹുവിനെ. അപ്പോ ആ മധുരം കിട്ടും. പിന്നെ പരലോകത്ത് ചെന്നാലോ അയാളെ അല്ലാഹു തആല സന്തോഷിപ്പിക്കുന്നതാ. ആ സന്തോഷത്തിന്റെ ചില ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് ഏറ്റവും സ്വീകാര്യമായ രീതിയിൽ തന്നെ തറാവീഹ് നിസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒരു തറാവീഹ് പോലും നഷ്ടപ്പെടുത്തരുത്. സാധാരണ 3 കഴിഞ്ഞ ആൾ കുറയും പള്ളിയിൽ, പിന്നെ 10 കഴിഞ്ഞാൽ കുറെ കുറയും, 20 കഴിഞ്ഞാൽ തീരെ ആൾക്കാരുണ്ടാവില്ല, കച്ചവടക്കാരൊക്കെ തിരക്കിലാവും. ഈ കൊല്ലം അങ്ങനെ ഒരു തിരക്കൊന്നും നമുക്കില്ല. അതുകൊണ്ട് നന്നായി എല്ലാവരും ഈ സമയം ഉപയോഗപ്പെടുത്തണം. തറാവീഹ് നിസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രധാനമായൊരു 3 കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് സുന്നത്ത് നമസ്കാരമാണെങ്കിലും ശരി, സുന്നത്തായ നമസ്കാരമാണെങ്കിലും ശരി,
നിസ്കാരത്തിലെ സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളെ കുറിച്ച് പണ്ഡിതന്മാർക്ക് ചില സുന്നത്തുകളെ കുറിച്ച് അത് നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അത് സുന്നത്താണോ നിർബന്ധ അഭിപ്രായ വ്യത്യാസമുണ്ട്. വേറെ ചില സുന്നത്തുകൾ ഉപേക്ഷിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞതുണ്ട്. അങ്ങനൊക്കെയുള്ള സുന്നത്തുകൾ നിസ്കാരത്തിൽ വർജിക്കാതിരിക്കണം. എന്തുകൊണ്ട്? നിസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അതിന്റെ മാഹാത്മ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. അങ്ങനെയുള്ള 3 കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് തറാവീഹ് നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹ്തു. എല്ലാ സുന്നത്ത് നിസ്കാരത്തിലും വജ്ജഹ്തു സുന്നത്താണ്. വഖീല യജിബു വജ്ജഹ്തു ദുആഉൽ ഇഫ്തിതാഹ് നിർബന്ധമാണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. ഉണ്ടോ? അപ്പോൾ വജ്ജഹ്തു നിർബന്ധ അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. ഫാത്തിഹ പോലെ തന്നെ 4 സുന്നത്താണ് എന്നാണ് നമ്മുടെ മദ്ഹബിലുള്ളത്. അപ്പോ നിർബന്ധമാണെന്ന് അഭിപ്രായപ്പെട്ട ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ വജ്ജഹ്തു ഓതണം. വജ്ജഹ്തു ഓതണം. തറാവീഹിൽ എല്ലാ റക്അത്തിലും വജ്ജഹ്തു ഓതൽ സുന്നത്തുണ്ട്. വജ്ജഹ്തു നഷ്ടപ്പെടുത്തരുത്. നിസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ വരെ അത് കാരണമാകും എന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഓതുന്ന വജ്ജഹ്തു ദുആഉൽ ഇഫ്തിതാഹ് അത് അതിന്റെ ഒരു രൂപമാണ്. ഇനി അത് പൂർണ്ണമായി അതെന്നെ ചൊല്ലണമെന്നില്ല. അതിന്റെ പല രൂപങ്ങളും ഹദീസിൽ വന്നതുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. അതിൽ ഏറ്റവും ചെറിയ രൂപം അൽഹംദുലില്ലാഹി ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീ, ഏറ്റവും ചെറുതാ. അപ്പൊ നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞ ഏറ്റവും ചുരുങ്ങിയ ഈ ദുആഉൽ ഇഫ്തിതാഹിന്റെ ഭാഗമെങ്കിലും നമ്മൾ പറയണം. എന്തിന്? നമുക്ക് തറാവീഹിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. അതേപോലെ രണ്ടാമത്തെ കാര്യം, അഊദു ഓതൽ സുന്നത്താണ്. അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഫബഅദ ഇഫ്തിതാഹിൻ, ഫതുൽ മുഇനിൽ കാണാം, ഫബഅദ ഇഫ്തിതാഹിൻ, ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം യുസന്നു തഅവ്വുദുൻ, അഊദു ഓതൽ സുന്നത്താണ് എന്ന്. ഫാത്തിഹ ഓതുന്നതിന് മുമ്പ്, ബിസ്മി ഓതുന്നതിന് മുമ്പ് അഊദു ഓതുക. വയുക്റഹു തർക്കുഹു, ഒഴിവാക്കൽ കറാഹത്താണ്. അപ്പോ നമ്മൾ തിരക്കിൽ നിസ്കരിക്കുമ്പോഴും അഊദു വിട്ടുപോകാതിരിക്കുക. 2, 3 നമ്മൾ അത്തഹിയാത്തിൽ ചെയ്യാറുള്ള ദുആ ഉണ്ടല്ലോ, ആ ദുആ അത്തഹിയാത്തിന് തശഹ്ഹുദിന് ശേഷമുള്ള ദുആ, അത്തഹിയാത്തിലെ തശഹ്ഹുദിന് ശേഷമുള്ള ദുആ, ആ ദുആ സുന്നത്ത. അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു എന്ന് തുടങ്ങുന്ന. അതിന് പൂർണ്ണമായി മുഴുവനും ചെല്ലാൻ കഴിയില്ലേ? എങ്ങനെയെങ്കിലും അതിന്റെ ഏറ്റവും ചെറിയ രൂപമായ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്നെങ്കിലും ചൊല്ലുക. തയ്യാത്തിൽ നിന്ന് തയ്യാത്തങ്ങനെ തശഹ്ഹുദ് അങ്ങനെ ഓതിയിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് ചൊല്ലിക്കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. എന്തിനാ നമ്മളിങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് തറാവീഹ് കൊണ്ട് കിട്ടുന്ന മധുരം നമുക്ക് കുറഞ്ഞു പോകാതിരിക്കാൻ, തറാവീഹിന്റെ മാധുര്യം ദുന്യാവിലും ആഖിറത്തിലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പൂർണ്ണാർത്ഥത്തിൽ തറാവീഹ് നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ നിസ്കാരം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നേരത്തെ പറഞ്ഞ പോലെ വഹാബികൾ നിസ്കരിച്ച പോലെ ദീർഘമായി ഓതി നിസ്കരിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും, ലഘുവാക്കുകയാണെങ്കിലും ശരി, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അനറബികളായതുകൊണ്ട് ഒരുപക്ഷെ ശ്രദ്ധ തെറ്റി എന്ന് വന്നേക്കാം. ശ്രദ്ധ ഇല്ലാത്ത നിസ്കാരത്തിന് യാതൊരു അർത്ഥവുമില്ല. അള്ളാഹുവിനെ കുറിച്ച് അശ്രദ്ധമായി നിസ്കരിക്കുന്ന നിസ്കാരത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാൻ, മൻ അറഫ മൻ അൻ അലാ യമീനിഹി വശിമാലി, ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാളുടെ ഇടത്തോ വലത്തോ ഉള്ള ആൾ മുതഅമ്മിദൻ ആരാണ് എന്നൊരാൾ ശ്രദ്ധിച്ചു, കരുതിക്കൂട്ടി ശ്രദ്ധിച്ചാൽ, വഹുവ ഫിസ്സല, അയാൾ നിസ്കാരത്തിലായിരിക്കെ, ഫലാ സ്വലാത്തല, അയാൾക്ക് നിസ്കാരമില്ല, അയാളുടെ നിസ്കാരത്തിന്റെ കൂലിയാക്ക് കിട്ടൂല. മഹാനായ സുഫിയാൻ തൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, മല്ലം യഖ്ശ ഫസദത് സ്വലാത്തു, ഒരാൾ നിസ്കാരത്തിൽ ഖുശൂ ഇല്ലാതെ നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം ഫാസിദാണെന്ന, ബാത്തിലാന്നല്ല, ഉള്ള കൂലിയാക്ക് കിട്ടൂല, മാധുര്യം കിട്ടൂല. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു സ്വലാത്തിൻ ലാ യഹ്ദുറു ഫീഹൽ ഖൽബു, മനസ്സാന്നിധ്യമില്ലാത്ത എല്ലാ നിസ്കാരവും ഫഹിയ ഇലൽ ഉഖൂബതി യസ്റഉ, അത് മുഖേന ശിക്ഷിക്കപ്പെടാനാണ് സാധ്യത എന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹൃദയ സാന്നിധ്യത്തോടെ നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
അള്ളാഹ് തന്നെ പറഞ്ഞല്ലോ വിജയികളായ ആളുകൾ ആരാണെന്നുള്ള പറഞ്ഞത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഖുശൂഅോടുകൂടെ നിസ്കരിച്ചവരാണ് വിജയിച്ചവർ എന്ന്. വേറെ സ്ഥലത്ത് പറഞ്ഞത് വൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്കാണ് വൈൽ എന്ന് പറയുന്ന നരകം, അല്ലെങ്കിൽ സർവനാശവും നിസ്കരിക്കുന്നവർക്ക്. എങ്ങനെയുള്ള നിസ്കാരക്കാർ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവർ നിസ്കരിക്കുന്നു എന്നല്ലാതെ നിസ്കാരത്തെ തൊട്ടവർ അശ്രദ്ധരാണ്. നിസ്കാരത്തിൽ പറയണവും ചൊല്ലണമൊന്നും അവരുടെ മനസ്സിലില്ല, നിസ്കരിക്കണമെന്നല്ലാതെ ശ്രദ്ധക്ക് വേറെ ഭാഗത്താണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് സർവ്വ പരാജയവും, അല്ലെങ്കിൽ വൈൽ എന്ന നരകം. അപ്പൊ ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന്റെ മാധുര്യം ഭൂമിയിലും ആഖിറത്തിലും ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ.